ഹായ്, നമുക്കിന്നൊരു മാംഗോ ജാം ആയാലോ. കുറച്ചധികം മാങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഈ പൾപ്പിനെ നമുക്ക് ഒരു പാനിലേക്കിട്ട് ചൂടാക്കാം. അരമണിക്കൂറോളം ഇത് കുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് ജാമായി കിട്ടത്തുള്ളൂ. ഈ കൺസിസ്റ്റൻസി ഒന്നുമല്ല, ഇതൊരു കളർ ചേഞ്ചൊക്കെ ആവും. അപ്പോൾ എനിക്കിതൊരു 4 കപ്പ് പൾപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിരുന്ന എനിക്കിതിപ്പം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഷുഗറൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടുക. അപ്പോൾ 1 കപ്പ് ഇട്ടാലും മതി. നല്ല പഴുത്ത മാങ്ങയ്ക്ക് 1 കപ്പ് ഷുഗർ ഇട്ടാൽ മതി. ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. വലിയ ഹൈ ഫ്ലെയിമിലൊക്കെ കുക്ക് ചെയ്താൽ ഇതിൽ നിന്ന് തെറിക്കും. വെള്ളം അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ തെറിക്കുന്നതിൻ്റെ അളവ് വലുതായിട്ടാണ്, നന്നായിട്ട് പൊങ്ങി തെറിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. അരമണിക്കൂറൊക്കെ എടുക്കും ഫുള്ളൊന്ന് കുക്കായി നമുക്ക് ജാമായി കിട്ടാൻ. ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്കിനും ഒരു കുറച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ പറ്റി പൾപ്പിൻ്റെ രൂപത്തിലേക്ക് ഹാഫ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഹാഫ് ലെമൺ ജ്യൂസ് സീഡൊന്നും ഇല്ലാതെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈ തൊടാതൊക്കെ ഇളക്കി, കൈ വിടാതെ ഇളക്കി, അടിക്കൊന്നും പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വേവിച്ചെടുക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ ജാം ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? പാനിൻ്റെ അടിവശമൊക്കെ കാണുന്ന രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ജാമിൻ്റെ പരുവത്തിലേക്ക് എത്തി. അതുമാത്രമല്ല, സ്റ്റിക്കിനൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുമേ. സ്റ്റിക്കൊന്ന് ഇച്ചിരി ടൈറ്റ് ആവും. ഇതുവരെ ലൂസായിട്ടല്ലേ നമ്മുടെ സ്റ്റിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് കുറച്ച് ടൈറ്റ് ആവുന്ന പോലെ ഒരു വെയിറ്റൊക്കെ ഫീൽ ചെയ്യും. നമുക്കിത് വേണമെങ്കിൽ നമുക്കൊരു ട്രേയിലോട്ട് ഒരു സ്റ്റീൽ ട്രേയിലോട്ട് നമുക്കൊന്ന് തട്ടി നോക്കാം. അപ്പോൾ അത് ലൂസല്ലാതെ സ്റ്റിക്കായിട്ട് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ അതാണ് പരുവം. അങ്ങനെ ഓയിലി ആയിട്ട് പോവാതെ കറക്റ്റ് അവിടെ ഫിറ്റായിട്ടിരിക്കുവാണെങ്കിൽ അതാണ് ജാമിൻ്റെ പരുവം. എങ്കിലും ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കറക്റ്റ് പരുവമാക്കിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്താൽ ഒരുപാട് പശ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്കൊരു ജാമി കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇവിടം വെച്ച് നിർത്തിയിട്ട് നമുക്ക് ചൂടാറിയ ശേഷം ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിത് പിറ്റേന്നാണ് ഇത് കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത്. ഞാൻ രാത്രിയിലാണ് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ജാം താണ്ട ഈ കളറിലേക്കാണ് ചേഞ്ച് ആയിട്ടുള്ളത്. തണുത്തൊക്കെ കഴിയുമ്പോൾ നമുക്കിത് കണ്ടെയ്നറിൽ ആക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. പുറത്തൊന്നും സ്റ്റോർ ചെയ്യൽ. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ജാം കേടായി പോവും. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടെയ്നറുകളിലാക്കി സൂക്ഷിക്കുക. എടുക്കുമ്പോഴും നല്ല സ്പൂൺ, വെള്ളം നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ എടുക്കുക. തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ജാമ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള, നല്ല മണവും ഒക്കെയുള്ളൊരു ജാമാണ് കേട്ടോ. നമ്മളതിന് മറ്റ് കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത ഫ്രഷാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കൊള്ളുക. മാങ്ങ ഒക്കെ തീരാറായില്ലേ? കുറച്ചുണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എടുക്കാനുള്ള ജാം നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.